ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. അതായത് നാളെ സ്കൂളിൽ പോകാനായിട്ട് നമ്മുടെ ടൈം ടേബിളും ഒന്ന് എടുത്ത് നോക്കി വെക്കണം. പിന്നെ ഈ ടേബിളൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കണം. ഓക്കെ, നമുക്ക് അതിനോടുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടെ അത്രേ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഞാനും എൻ്റെ അനിയത്തി കുരിപ്പുമാണ് ചെയ്തത്. ഓക്കെ, നമുക്കത് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഈ ഗ്ലാസ്സൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ബുക്കൊക്കെ ഒന്ന് അടുക്കി എടുക്കണം ഗൈസ്. പിന്നെ ഞാനും എൻ്റെ അനിയത്തി എപ്പോഴും അടിയാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുക്ക് അവളെടുക്കത്തില്ല, പക്ഷെ അവളെ ബുക്ക് ഞാൻ എടുക്കണം. അതെന്ത് നിയമമാണ്? അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരും സമാസമം എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. അതുപോലെ വേണം നമ്മൾ ജീവിക്കാൻ. പക്ഷേ അവൾക്ക് എന്താ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ബുക്ക് ഞാൻ എടുക്കും, എന്നിട്ട് അവളെ ബുക്കും ഞാൻ എടുത്ത് വെക്കണം ഗൈസ്. അതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അവളെ ബുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഗൈസ്. ഈ കണ്ട സ്റ്റേഷനറി ഐറ്റംസ് വാരി വലിച്ചിട്ടിട്ട് എടുത്ത് വെക്കാത്തത് എൻ്റെയും എൻ്റെ അനിയത്തി കുരിപ്പിൻ്റെയും സ്വഭാവമാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ ബുക്കെല്ലാം അടുക്കി വെക്കാൻ വേണ്ടി എൻ്റെ ബാഗൊന്നും എടുത്തതാണ് ഗൈസ്. നിങ്ങളിതേ കണ്ടില്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. ഇത്രയും ബുക്സ് അടുക്കി വെച്ചപ്പാടി എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ഞാൻ ഇനി എടുക്കണമല്ലോ. അങ്ങനെ അവസാനം കഷ്ടപ്പെട്ട് അതെല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അതെല്ലാം നമ്മുടെ ബാഗ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇതെല്ലാം കുത്തിക്കയറ്റി വെക്കണം. അതൊക്കെ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കുത്തി നിറച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ പാതി വഴിയിൽ പെട്ടുപോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടില്ലേ ഗൈസ്, ഈ ടേബിൾ അത്ര ഇങ്ങനെ അലങ്കോലാക്കിയിട്ടിരിക്കുകയാണ്. വേറെ ആരും ഈ തിന്നുകൊണ്ടിരിക്കണ ഈ കുരിപ്പാണ് ഗൈസ്. അങ്ങനെ അതിന് ശേഷം എന്നെ ചോറ് കഴിക്കാൻ വിളിച്ചു. ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.